ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ്. യൂണിറ്റ് 2ലെ ഫെസ്റ്റീവ് ഫൺ എന്ന ലെസണിലെ മലയാളം എക്സ്പ്ലനേഷൻ. ആ കഥ മലയാളത്തിൽ പറയുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ദ സീ പാലസ്, കടലിനടിയിലെ കൊട്ടാരം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു സ്വർണ്ണ മത്സ്യം കടലിലൂടെ നീന്തിപ്പോവുകയാണ്. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻസ്. അപ്പോൾ അവൻ കണ്ടു അവരുടെ എല്ലാ കൂട്ടുകാരും ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്നത്. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. സ്റ്റാർ ഫിഷ് തിരമാലയിൽ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. അപ്പോൾ ഈ ജെല്ലി ഫിഷ് എന്താ ചെയ്യുന്നത്? നീലവെള്ളത്തിലൂടെ പോകുന്നു. നീലവെള്ളം എന്ന് പറഞ്ഞാൽ സാധാരണ കടലിലെ വെള്ളം നീലയായിരിക്കും അല്ലേ? പിന്നെയോ ഡോൾഫിൻസ് വെയർ ഡാൻസിങ്. ഡോൾഫിന് ഡാൻസ് ചെയ്യുന്നുണ്ട്. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഇവരൊക്കെ എവിടെയാണ് പോകുന്നതെന്ന് ഗോൾഡ് ഫിഷ് ചിന്തിച്ചു. ഹി ഫോളോവ്ഡ് ദം. അങ്ങനെ അവൻ അവരെയൊക്കെ ഫോളോ ചെയ്തു. ഇൻ ദ ഡീപ് സീ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. അങ്ങനെ കടലിനടിയിൽ അവൻ എന്ത് കണ്ടു? ഒരു മനോഹരമായ കൊട്ടാരം. എങ്ങനെയുള്ള കൊട്ടാരമാണ്? ഗ്ലാസ് പാലസ്, ചില്ല് കൊണ്ടുള്ള കൊട്ടാരം. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ഏതിനെ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്? ജെംസ് ആൻഡ് പേൾസ് എന്ന് പറഞ്ഞാൽ വൈരങ്ങളും രത്നങ്ങളും. ഓക്കെ. ദ ഡോർസ് ഓഫ് ദ പാലസ് വെർ വൈഡ് ഓപ്പൺ. ആ പാലസിൻ്റെ കൊട്ടാരത്തിൻ്റെ ഡോറ് തുറന്നിരിക്കുകയാണ്. അടുത്ത പേജിൽ പറഞ്ഞത് ദ മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ മത്സ്യകന്യക. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. ഒരു മനോഹരമായ മത്സ്യകന്യക ആ ഡോറിൻ്റെ അടുത്തേക്ക് വന്നു. ഹൗ പ്രെറ്റി ഷീ ഈസ്. അവൾ എത്ര സുന്ദരിയാണ്. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്താ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്. നമ്മൾ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓൾ ഓഫ് ദം സെഡ് ടുഗദർ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻറ്റിങ് ലൈറ്റ്സ്. അപ്പോൾ ജെല്ലി ഫിഷ് എന്താ കൊണ്ടുവന്നത്? നല്ല തിളങ്ങുന്ന ലൈറ്റാണ് കൊണ്ടുവന്നത്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. നല്ല തിളങ്ങുന്ന വളയുമായിട്ടാണ് ആര് വന്നത്? വെയിൽസ് തിമിംഗലങ്ങൾ വന്നത്. ഓക്കെ. ദ ഡോൾഫിൻസ് ക്യാരീഡ് ഫ്രാഗ്നൻ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് എന്താ കൊണ്ടുവന്നത്? നല്ല മണമുള്ള പൂക്കളാണ് കൊണ്ടുവന്നത്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. അങ്ങനെ ജൂലിയ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ സാധാരണ അങ്ങനെയല്ല ഗിഫ്റ്റൊക്കെ കിട്ടിയാൽ താങ്ക്സ് പറയും. കമോൺ ലെറ്റസ് ബിഗിൻ ദ പാർട്ടി. വരൂ, പാർട്ടി തുടങ്ങാറായി. ദർ വാസ് എ ബിഗ് കേക്ക് ഓൺ എ ടേബിൾ ഇൻ ദ ഹോൾ. ആ ഹോളിൽ ടേബിൾ ഉണ്ട്, അതിന് മുകളിൽ ഒരു വലിയ കേക്ക് ഉണ്ട്. ദ പാർട്ടി ബിഗൻ. അങ്ങനെ പാർട്ടി ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത പേജിൽ ദ ബർത്ത്ഡേ പാർട്ടി. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. ജൂലിയ ടേബിളിൻ്റെ അടുത്തേക്ക് പോയി കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. ഡയമണ്ട് ക്രൗൺ ഒക്കെ വെച്ചപ്പോൾ ജൂലിയ നല്ല മനോഹരമായി എന്നാ പറയുന്നത്, എങ്ങനെയാണ് ക്യൂട്ടായി എന്നാണ് പറയുന്നത്. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. ആ സമയത്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്തു. പിന്നെയോ പാട്ടുപാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. എവരി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ് ടു ജൂലിയ. എല്ലാവരും ജൂലിയക്ക് അവരുടെ ഗിഫ്റ്റ് കൊടുത്തു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദിയുള്ളവളാണെന്ന് പറഞ്ഞു. അതായത് താങ്ക്സ് പറഞ്ഞു എന്നർത്ഥം. ലെറ്റസ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ സെഡ് ദ പ്രിൻസസ്. അങ്ങനെ അവൾ പറഞ്ഞു, എന്താണ്, വാ നമുക്ക് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യാമെന്ന് പ്രിൻസസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്മൈലിംഗ്. ഓക്കെ, ചിരിച്ചു. ദ മ്യൂസിക് ബിഗാൻ. അങ്ങനെ എന്താണ്, മ്യൂസിക് ആരംഭിച്ചു. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അങ്ങനെ അവർ ഡാൻസ് ചെയ്തു. ഇനി അടുത്ത പേജോ ദ ഫീസ്റ്റ്. നൗ ലെറ്റസ് ഹാവ് ദ ഫീസ്റ്റ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഓക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിൻസസ് എല്ലാവരെയും ക്ഷണിച്ചു. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും ഫുഡ് കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. സോ യമ്മി, സോ ഡിലീഷ്യസ്. എന്താണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. എ സ്റ്റാർ ഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റാർ ഫിഷ് അവൻ്റെ പ്ലേറ്റ് നക്കി തുടച്ചു. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാർക്ക് ഒരു വലിയ പീസ് അകത്താക്കി. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. ജ്യൂസ് ഒരു നല്ല ഉന്മേഷം തരുമെന്ന് പറഞ്ഞുകൊണ്ട് ജെല്ലി ഫിഷ് സിപ്പ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജെല്ലി ഫിഷ് അവൻ്റെ ലാസ്റ്റ് ഡ്രോപ്പും കൂടി കഴിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. ആ സമയത്ത് പെട്ടെന്ന്
ഡോൾഫിൻ ഉച്ചത്തിൽ വിസിലിടാൻ തുടങ്ങി, സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. വാട്ട് ഈസ് ഹാപ്പണിങ് ആസ്ക്ഡ് ദ ഷാർക്ക്. അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ ഷാർക്ക്, അതായത് സ്രാവ്, ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. ഇനി അടുത്ത പേജാണ് ദ ത്രെഡ്. The men are coming again to dump more plastic waste in the sea, exclaimed the dolphin. All became angry. എന്താണ്, കുറേ ആൾക്കാർ വരുന്നുണ്ട്. എന്തിനാണ് വരുന്നത്? അവർ പ്ലാസ്റ്റിക് കടലിലേക്ക് തട്ടാൻ വേണ്ടി വരികയാണ് അല്ലേ. എഗെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ എന്താണ്, ഓൾ ബിക്കെയിം ആംഗ്രി. അവർ വരുന്ന കണ്ടപ്പോൾ എല്ലാ ഈ ആനിമൽസിനും ദേഷ്യം വന്നു എന്നാണ് പറയുന്നത്. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. നമ്മുടെ മിക്ക കൂട്ടുകാരും മരിച്ചുപോയി. എങ്ങനെയാണ് മരിച്ചത്? ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ, പ്ലാസ്റ്റിക് തിന്നിട്ടാണ് മരിച്ചു പോയത്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. അങ്ങനെ ഷാർക്ക് അതിൻ്റെ ടീത്ത് എന്താണ്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പല്ലിങ്ങനെ എളുക്കുവന്നില്ലേ, അങ്ങനെ ചെയ്തു. പിന്നെ വി ഷുഡ് സ്റ്റോപ്പ് ദം. നമുക്ക് അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞു, നിർത്തണം. ദേ സെഡ് ടുഗദർ. അവരെ ഒന്നിച്ച് പറഞ്ഞു അങ്ങനെ, ഇത് നമുക്ക് നിർത്തലാക്കണം. ഡോണ്ട് വെറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. അതിന് പേടിക്കേണ്ട കൂട്ടുകാരെ എന്ന് ആര് പറഞ്ഞു? ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞാൽ നീലത്തിമിംഗലം. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനിമൽ. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാൻ അവരെ ദൂരേക്ക് ഓടിക്കും. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. എന്താണ് ബ്ലൂ വെയിൽ? സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല വേഗത്തിൽ ടേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, പിന്നെ ദ ഷാർക്ക് ഫോളോഡ് ഹെർ. അവരുടെ കൂടെ ആരും കൂടി? ഷാർക്ക്, സ്രാവും കൂടി. ഇനി നെക്സ്റ്റ് പേജ് നോക്കാലോ. ഫോർഗിവ്നെസ്. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻറ്റ് നിയർ ദ ബോട്ട്. അങ്ങനെ ഷാർക്കും വെയിലും എവിടെ എത്തി? ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. ഷാർക്ക് അവൻ്റെ വാല് കൊണ്ട് ആ ബോട്ടിനെ ഒന്ന് അടിച്ചു എന്നാണ് പറഞ്ഞത്. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ആ ബോട്ടിലുള്ള ആൾക്കാർ പേടിച്ചു പോയി. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ സഹായത്തിന് വേണ്ടി കരഞ്ഞു. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. ആ സമയത്ത് പ്രിൻസസും മറ്റുള്ളവരും അവിടെ എത്തി. ഐ വിൽ ക്രഷ് ദം. ഞാൻ അവരെ ക്രഷ് ചെയ്യും, അതായത് ചതക്കുന്ന. ആര് പറഞ്ഞു? ഞണ്ട് പറഞ്ഞു, ക്രാബ് പറഞ്ഞു. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്. വി വോണ്ട് ഡം വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. നമ്മളെ ഒന്നും ചെയ്യരുത്, ഉപദ്രവിക്കരുത്. നമ്മളിനി ഒരിക്കലും സീയിൽ വേസ്റ്റ് ഒന്നും കൊണ്ടിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ആര്? വന്ന ആൾക്കാർ പറഞ്ഞു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നിങ്ങൾ നമ്മളുടെ കടൽ പൊല്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മലിനമാക്കി. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതം നശിപ്പിച്ചു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. വാണ്ട് പ്രിൻസസ് ജൂലിയ. ഇത് ആരാ പറഞ്ഞത്? പ്രിൻസസ് ജൂലിയ എന്ന് അവർക്കൊരു വാണിംഗ് കൊടുത്തത്. ആൻഡ് ലെറ്റ് ദം ഗോ. ഇതും പറഞ്ഞുകൊണ്ട് പ്രിൻസസ് ജൂലിയ പറഞ്ഞു, വാ നമുക്ക് പോകാം. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൺ ദ വേവ്സ്. ആ സൂര്യകിരണങ്ങൾ തിരമാലകളെ തിളങ്ങി കാണിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോറി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.